മലപ്പുറം ജില്ലയിലെ 5278 പേർക്ക് കൂടി പട്ടയങ്ങൾ വിതരണം ചെയ്യുന്ന ജില്ലാതല പട്ടയമേള ഫെബ്രുവരി 22 വൈകിട്ട് 4 കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയിൽ ജില്ലയിലെ എംഎൽഎമാരും പങ്കെടുക്കും. തിരൂർ ലാൻഡ് ട്രിബ്യൂണലിലെ 1342, തിരൂരങ്ങാടി ലാൻഡ് ട്രിബ്യൂണലിലെ 919, മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണലിലെ 1088, ദേവസ്വം 1899, ഏറനാട് താലൂക്കിലെ 2 ലാൻഡ് അസൈൻമെന്റ് പട്ടയം, തിരൂരങ്ങാടി താലൂക്കിലെ 28 OLHS പട്ടയം എന്നിവ ഉൾപ്പെടെ ആകെ 5278 പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്യുക. 20ഓളം പട്ടയങ്ങൾ വേദിയിൽ വെച്ചും ബാക്കിയുള്ളവ ട്രൈബ്യൂണലുകൾ തിരിച്ച് കൗണ്ടറുകൾ ഒരുക്കിയും വിതരണം ചെയ്യും. ഓരോ കൗണ്ടറിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പട്ടയമേളയിൽ എത്താൻ സാധിക്കാത്തവർക്ക് താലൂക്ക് ഓഫീസുകളിൽ നിന്നും വാങ്ങാനുള്ള സൗകര്യവുമുണ്ട്. പരിപാടിക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ പട്ടയം വാങ്ങാനെത്തുന്നവർക്ക് ചായ, കുടിവെള്ളം, അടിയന്തര മെഡിക്കൽ സേവനം എന്നിവ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടം തയ്യാറാക്കി കഴിഞ്ഞു. മലപ്പുറം കളക്ടറുടെ ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ, ഡെപ്യൂട്ടി കളക്ടർ ജോസഫ് സ്റ്റീഫൻ റോബി എന്നിവർ പങ്കെടുത്തു. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.